മേയറെ കാണാനും മേയർക്കൊപ്പം ചിത്രമെടുക്കാനുമുള്ള തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേയറെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം 45 ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്നില്ല. 27 പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹം മടങ്ങി. അത് തിരുവനന്തപുരത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുള്ള നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആ കരുതലും സ്നേഹവും ആത്മവിശ്വാസവുമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോട് മോഡിജിക്കും ദേശീയ BJP നേതൃത്വത്തിനും വളരെ വലിയൊരു അടുപ്പമാണുള്ളത്. കാരണം തെരഞ്ഞെടുപ്പുകൾ പലതും വർഷങ്ങളോളം ജയിക്കാതിരുന്നിട്ടും ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടും നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ ഒരു ആദർശത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് വളരെ വർഷങ്ങൾ കൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ളതാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു ചരിത്ര വിജയം ലഭിക്കുമ്പോഴേക്കും ഒരുപക്ഷെ വിജയിച്ച ഞങ്ങളെക്കാൾ മേയറായ എന്നെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറോ ഞങ്ങളുടെ കൗൺസിലർമാരെക്കാളൊക്കെ കൂടുതൽ സന്തോഷിക്കുന്നത് BJPയുടെ ദേശീയ നേതൃത്വമാണ്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ അദ്ദേഹം എന്താ പറഞ്ഞത്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറുവാൻ വേണ്ടി തിരുവനന്തപുരത്തിന് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പിന്തുണ. എനിക്ക് തോന്നുന്നു ദിസ് എ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഒരു പ്രധാനമന്ത്രി തന്നെ വന്നിട്ട് ഇത്തരത്തിലൊരു ഉറപ്പ് വരുന്നത്. അത് തിരുവനന്തപുരത്തിൻ്റെ പൊട്ടൻഷ്യൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. യാതൊരു സംശയവും വേണ്ട, നമ്മൾ വികസനത്തിലേക്കുള്ള നമ്മുടെ പ്രയാണം വളരെ വേഗത്തിലായി കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്തിൻ്റെ മുഖം മാറും. ഈ പ്രഥമ പട്ടികയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുന്ന പദ്ധതികൾ, വികസന പ്രോജക്റ്റുകൾ? അല്ല, ഞങ്ങൾ വളരെ ആലോചിച്ച് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ. ആ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് പ്രഥമ പരിഗണന. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴേക്കും കൂടുതൽ സാധ്യതകൾ തുറന്നു വരും. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കഴിയുമ്പോഴേക്കും നിരവധി വ്യത്യസ്ത നിന്ന് ഞങ്ങൾക്ക് പിന്തുണ വരികയാണ്. വിദഗ്ധരുടെയൊക്കെ തന്നെ ഞങ്ങളിപ്പോൾ ഇന്നലെ ഉദാഹരണത്തിന് ആമയിഴഞ്ചാൻ തോട് പാർവതീ പുത്തനാടൊക്കെ തന്നെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഏതു തരത്തിലാണ് അവിടങ്ങളിലേക്ക് ഈ ഡ്രെയിനേജ് വേസ്റ്റൊക്കെ തുറന്നുവിടുന്ന പൈപ്പ് ഭൂമിക്കടിയിൽ കൂടി ഈ നദികളിൽ ഒഴുക്കിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ഇതിനെക്കുറിച്ച് ഉയർത്തിയപ്പോഴേക്കും ഇന്നലെ പുതിയ സാറ്റലൈറ്റ് മാപ്പ് ഒരു നദിയിൽ ഏതൊക്കെ ആശുപത്രികളിൽ ഭൂമിക്കടിയുടെ പെട്ട് ഇവിടേക്ക് കണ്ടുപിടിക്കുന്നു. 1.5 മണിക്കൂർ ചർച്ച ചെയ്തു. 26 അവരുമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാങ്കേതിക കണ്ടുപിടിക്കാൻ ഇങ്ങനെ സിസ്റ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ മേയർ VV രാജേഷാണ് ജനം ടിവിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കൊടുത്ത വാക്കാണ്, അതായത് രാജ്യത്തിന് തന്നെ ഏറ്റവും മികച്ച മാതൃകകളിലൊന്നാകും എന്നുള്ളത്. വീണ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരം മേയർ. അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം പ്രധാനമന്ത്രിയുടെ ഒരു ഉറപ്പ് ഒരു നഗരത്തിന്മേൽ വരുന്നത്. മികച്ച ഒരു നഗരമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതനുസരിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളായിരിക്കും ഇനി നടത്തുക എന്നാണോ അദ്ദേഹം പറയുന്നത്? തീർച്ചയായും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അത് തന്നെയായിരുന്നു പ്രകടമായിരുന്നത്. നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിനെ കുറിച്ചുള്ള എന്താണ് വേണ്ടത്, ആ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആ നഗരത്തിൻ്റെ വികസനത്തിന് ദയവായി തുടരുക. ഞാൻ ഒന്നിടപെട്ട് പ്രേക്ഷകരിലേക്കായി അറിയിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീണ, തുടരാം. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രോഹിണി, തിരുവനന്തപുരം നഗരത്തിന്, തലസ്ഥാനത്തിൻ്റെ വികസനത്തിന് അത് അർഹിക്കുന്ന പ്രാധാന്യം അതെല്ലാ മേഖലയിലുള്ള ജനങ്ങൾക്കും കിട്ടുന്ന തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനം, ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നഗരസഭയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുമായി കാര്യങ്ങളൊക്കെ കൃത്യമായി അവലോകനം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിലുമുണ്ട് എന്നുള്ളതാണ്. കൃത്യമായും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമായി നടക്കുമെന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. ആ ഒരു മാറ്റം തലസ്ഥാനത്തെ പ്രാധാന്യത്തിനനുസരിച്ച്, നഗരത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് അടി തന്നെ നടപ്പാക്കുമെന്നുള്ളതാണ്. മേയറുടെ വാക്കുകളിലും അത് തന്നെയാണ് പ്രകടമായിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തിയതോടുകൂടി ആ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണ കൂടി കിട്ടുന്നതോടുകൂടി അത് ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നഗരത്തിൻ്റെ വികസനങ്ങളൊപ്പം തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ മാലിന്യ സംസ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടി കൃത്യമായി നഗരസഭയുടെ പരിധിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. രോഹിണി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വേദിയിൽ വെച്ച്, അതായത് പ്രധാനമന്ത്രി സംസാരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന,
അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്ന ഒരു ബാലൻ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് ഉയർത്തി കാണിക്കുകയോ ചെയ്തു. അദ്ദേഹം ആ ഒരു ചിത്രം കൈപ്പറ്റുകയോ ഒപ്പം തന്നെ ആ ബാലനോടൊപ്പം ആ ഒരു ചിത്രത്തിൻ്റെ പുറകിൽ തൻ്റെ മേൽവിലാസം എഴുതി അയക്കൂ എന്ന് ആ കുട്ടിയോട് പറയുകയും ആ ചിത്രം വേദിയിൽ വെച്ച് തന്നെ ആ കുട്ടി കൈമാറുകയും ചെയ്തു. ആ കുട്ടിയും കുടുംബവും നമ്മോടൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരം വാസികളാണ് സിദ്ധാർത്ഥം, അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛൻ 6ാം ക്ലാസ്സുകാരനാണ്. കുട്ടിയുടെ പിതാവും കുടുംബവും ഒക്കെ ഉണ്ട്. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷം കൂടിയാണ് തോന്നുന്ന നിമിഷം. പറ്റി അപ്പോൾ ഷോക്കായി സന്തോഷമായി. അദ്ദേഹം അഡ്രസ്സ് കൂടി ആ ചിത്രത്തിന്റെ പുറകെ എഴുതാൻ പറഞ്ഞു. ലെറ്റർ അയക്കാനാണ് പ്രതീക്ഷിച്ചിരുന്നു. ആ ചിത്രം കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിട്ടല്ലേ വന്നത്? സന്തോഷമാണ്. കുട്ടിയുടെ പിതാവ് കൂടി ചേരുകയാണ്. വളരെ അഭിമാന നിമിഷം, സന്തോഷം. പിന്നെ അഭിമാനമാണ്, പ്രൗഡുമാണ്. കാരണം കാര്യം ഞാൻ അതൊരു അവൻ ഇന്നലത്തെ ഒരു ഹാർഡ് വർക്കിൻ്റെ അവന് ബ്ലെസ്സിങ് ആണത്. തീർച്ചയായിട്ടും വരയ്ക്കുന്നത് രാത്രി ഒരു 11 മണി തൊട്ടാണ് മോനെ ഈ ഒരു ഐഡിയ കൊടുക്കുന്നതും അവൻ ആ മെനക്കെട്ടിരുന്ന് വരച്ചു. ശരിക്കും പറയാം രാവിലെ എണീക്കാനായിട്ട് അവന് അത്ര സ്നേഹം കൂടി. പിന്നെ തീർച്ചയായിട്ടും മോദി ഫാനാണ്. തിരുവനന്തപുരത്തെത്തി, സന്തോഷമാണ്. ചിത്രം കൊടുത്തു. ഇനി കൂട്ടുകാരോടൊക്കെ പറയില്ലേ ഞാൻ അദ്ദേഹത്തിന്